ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് പൈത്തൺ എങ്ങനെയാണ് നമ്മളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നോക്കുന്നത്. പൈത്തൺ പ്രോഗ്രാംസ് നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ ചെയ്യാൻ പറ്റും. ഐഡിയയിൽ ചെയ്യാം, പൈച്ചാമിൽ ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഐഡിയയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിലെങ്ങനെ കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നും പിന്നെ പൈച്ചാമിൻ്റെ ഇൻസ്റ്റലേഷനുമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഐഡിയയിൽ നിന്ന് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പൈത്തൺ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണുന്ന ലിങ്ക് python.orgയുടെ ഈ ലിങ്ക്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് പൈത്തൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ആൻഡ് നമുക്കിവിടെ ഡൗൺലോഡാണ് ചെയ്യേണ്ടത്. സോ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയി കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് പൈത്തൺ 3.9 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതാണ് പൈത്തൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഫയൽ കൊടുക്കാം. ഓപ്പൺ ഫയൽ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കാം ഡു യു വോണ്ട് ടു റൺ ദിസ് ഫയൽ എന്ന്. യെസ്, വി വോണ്ട് ടു റൺ ഇറ്റ്. സോ ക്ലിക്ക് റൺ. റൺ കൊടുത്തു കഴിയുമ്പോൾ നൗ ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൻഡ് സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് വന്നു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പൈത്തൺ ഓപ്പൺ ചെയ്യണം. സോ ജസ്റ്റ് ഗോ ബാക്ക് and I will minimize this. എന്നിട്ട് ഇവിടെ റീസൺ നമുക്കിവിടെ പൈത്തണിൽ കാണും. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. ഓക്കെ, ഇവിടെ പൈത്തൺ 3.9 നമുക്ക് കാണാം. അതെടുക്കുക. ആൻഡ് ഇവിടെ ഐഡിയലി, സോ ആ ഐഡിയലിയാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഐഡിയലി, പൈത്തൺ ഐഡിയലി. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഐഡിയലി കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഫോണ്ടിൻ്റെ സൈസ്, ഫോണ്ടിൻ്റെ സ്റ്റൈല്, ഇതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം ടു ഡിസ്പ്ലേ മെസ്സേജ്, അതായത് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. കോഡ് റൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഐഡിയലിയുടെ ഇൻസ്റ്റാളേഷനും നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ നോക്കാം. പൈത്തണിൽ ഐഡിയലിയിലല്ലേ നമ്മളിപ്പോൾ നോക്കിയത്. ഐഡിയലിയുടെ കൂടെ തന്നെ വേറൊന്നുകൂടെ ഉണ്ട്, ഈ പൈത്തൺ 3.9. ഇതുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടെണ്ണം വന്നു, സോ ഒരെണ്ണം ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ പാത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാം. ഹലോ വേൾഡ് എന്ന് തന്നെ പ്രിൻ്റ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെയും നമുക്ക് കോഡ് എഴുതാവുന്നതാണ്. ആൻഡ് അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് പൈച്ചാമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രൗസർ എടുത്തിട്ട് പൈച്ചാമെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആദ്യം കാണുന്ന ലിങ്ക് jetbrains.comൻ്റെ ആദ്യം കാണുന്ന ലിങ്കിൽ കയറുക. ഈ ലിങ്കിൽ കയറുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ വിൻഡോസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്രൊഫഷണലും ഒന്ന് കമ്മ്യൂണിറ്റിയും. പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയാണ് ചെയ്യുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ഡൗൺലോഡ് കീപ്. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. 349 MB ആണ് സൈസ്. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓപ്പൺ ഫയൽ കൊടുക്കുക. ഡു യു വോണ്ട് ടു റൺ ദിസ് ഫയൽ എന്ന് ചോദിക്കുന്നു. റൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മളുടെ ലൊക്കേഷൻ മാറ്റാൻ കേട്ടോ. നമുക്ക് എവിടെ വേണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ലോക്കൽ ഡിസ്ക് സിയിലാണ് കിടന്നത്. ഞാനത് മാറ്റി ലോക്കൽ ഡിസ്ക് എഫിലേക്ക് ആക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ്
ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പൈച്ചാം ഓപ്പണായി വരുമ്പോൾ ഇരിക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് ഫയലിൽ പോയിട്ട് ന്യൂ പ്രോജക്റ്റ് കൊടുക്കാം. ന്യൂ പ്രോജക്റ്റ് പോയിട്ട് ഇതൊക്കെ ഞാൻ ഡിഫോൾട്ടായിട്ട് തന്നെ വെച്ചേക്കുവാണ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കും. ഞാൻ ദിസ് വിൻഡോ തന്നെയാണ് കൊടുക്കുന്നത്. സോ ദിസ് വിൻഡോ. ഇപ്പോൾ പൈത്തൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂയിൽ പോവാം. ന്യൂയിൽ പോയിട്ട് പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പേര്. ഇവിടെ ഇപ്പോൾ നമ്മൾ message.py എന്ന് പറയുന്ന നമ്മളുടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കോഡ് എഴുതാവുന്നതാണ്. ഹലോ വേൾഡിൻ്റെ ചെറിയൊരു പ്രോഗ്രാം ഇവിടെ എഴുതാം. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ റൺ മെസ്സേജ് കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ Ctrl+Shift ആൻഡ് F10 പ്രസ് ചെയ്യാം. ഇവിടെ കൊടുക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ മെസ്സേജ് കൊടുക്കാം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, റൺ Ctrl+Shift+F10 കൊടുത്താലും മതിയെന്ന്. ആൻഡ് ഇതിൽ എങ്ങനെ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ പൈത്തൺ കൺസോളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പൈച്ചാമിൻ്റെയും ഐഡിയലിയുടെയും ഇൻസ്റ്റലേഷൻ. അടുത്ത വീഡിയോസിൽ കൂടുതൽ പൈത്തൺ പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. താങ്ക് യു.